അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന യുവ നേതാവ് വെറും 34 വയസ്സ് മാത്രം പ്രായമുള്ള 2018 മാത്രം US പൗരത്വം ലഭിച്ച സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന യുവ നേതാവ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗം ഉയർന്നു വരികയാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളിലേക്കുമാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പൊളിറ്റിക്കൽ ഗ്രോത്ത്, അതിലേക്ക് നമ്മൾ ആഴങ്ങളിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ ചില ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. ചിലരുടെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഈ പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്കൽ ഗ്രോത്തിന് മുന്നിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഗ്രോത്തിനെ പറ്റി നമ്മൾ കൃത്യമായും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലേ ഇതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച വളരെ ഗൗരവമേറിയിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മളിന്ന് നിലപാട് പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സൊഹ്റാൻ മംദാനി ആ വ്യക്തി അമേരിക്കയിലുടനീളം ചർച്ചയാവുകയാണ്. എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിലപാട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. പക്ഷെ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗമായിട്ടുള്ള, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള വെറും 34 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊളിറ്റിക്കൽ ലീഡർ, ഈ യുവ നേതാവ് ന്യൂയോർക്ക് പോലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള, ലോകത്തിലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നഗരത്തിൻ്റെ മേയറാകാൻ പോകുന്നു. അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലുകൾ പിന്നിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സർവേ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി ന്യൂയോർക്കിലെ മേയറായി തീരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എതിരാളികളെക്കാൾ ബഹുദൂരം ഈ പറയുന്ന വ്യക്തി മുന്നിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഒരു നഗരത്തിൽ നടക്കുന്ന ഒരു മേയർ തെരഞ്ഞെടുപ്പ് നമ്മൾ നിലപാട് പോലുള്ള ഒരു പ്രോഗ്രാമിൽ ചർച്ചയാക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഇത് വളരെ കൃത്യമാണ്. അതായത് നമുക്കറിയാം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഒരു അധിനിവേശം സമസ്ത മേഖലകളിലും സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഒരു ശരീഅത്ത് ഭരണം, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം സ്ഥാപിക്കുക, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക. അത് പല രീതിയിൽ, പല ഭാവത്തിൽ അവർ അവരുടെ തന്ത്രങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെയാണ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ പലപ്പോഴും ഈ അമേരിക്ക പോലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന യൂറോപ്പ് പോലുള്ള, ഇന്ത്യ പോലുള്ള പല പ്രദേശങ്ങളിലും ഇവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. പക്ഷേ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ അതല്ല സ്ഥിതി. മറ്റ് രീതിയിൽ തോക്കിന്റെ രൂപത്തിൽ, ഭീഷണിയുടെ രൂപത്തിൽ, വാളിൻ്റെയൊക്കെ രൂപത്തിൽ, കൊലപാതകങ്ങളുടെ രൂപത്തിൽ, അക്രമത്തിന്റെ രൂപത്തിൽ അവർ അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇവരുടെ ടാക്ടിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്ക പോലുള്ള ഒരു പ്രദേശത്ത് അവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി അവർ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതെങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തന്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറയുന്ന സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. എന്തുകൊണ്ട് സൊഹ്റാൻ മംദാനിയുടെ ഒരു വളർച്ച ഒരു അത്ഭുതമായി മാറുന്നു, അല്ലെങ്കിൽ എവരെയും അതിശയിപ്പിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തരം ഇതാണ്. വെറും 34 വയസ്സ് മാത്രം പ്രായം. 2005 ശേഷമാണ് ഈ സൊഹ്റാൻ മംദാനിയും കുടുംബവും അമേരിക്കയിലേക്ക് വരുന്നത്. 2018 ഈ പറയുന്ന വ്യക്തിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. 2020 ഈ പറയുന്ന വ്യക്തി ആക്റ്റീവായിട്ട് ഒരു പൊളിറ്റിക്സിലേക്ക് വരുന്നത്. പൊളിറ്റിക്സിലേക്ക് വന്ന് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ എങ്ങനെ ഈ പറയുന്ന സൊഹ്റാൻ മംദാനി ഈ പറയുന്ന ഒരു മേയർ സ്ഥാനാർത്ഥിയായി മാറുന്നു, അല്ലെങ്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്നത് അത് ഏവരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഉള്ളറകളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ വളരെ വ്യക്തമാണ്. ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ടിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. ഇതൊരു വളരെ എക്സാമ്പിളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ ചില ബിംബങ്ങളെ ഇങ്ങനെ പല പ്രദേശങ്ങളിൽ, പല നഗരങ്ങളിൽ, പല രാജ്യങ്ങളിൽ ചില ബിംബങ്ങളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ചില ബിംബങ്ങളെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. അതായത് ഈ പറയുന്ന വ്യക്തിയുടെ ഐഡിയോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ലെഫ്റ്റാണ്, ലിബറലാണ്. പ്രത്യേകിച്ച് ഈ LGBTQ പോലുള്ള ഒരു സംവിധാനങ്ങളെ, പ്രസ്ഥാനങ്ങളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളെ വളരെയധികം പിന്തുണയ്ക്കുന്നു. ആ പറയുന്ന വ്യക്തി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫോം ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഈ സാധാരണ ജനങ്ങളെ ഇവർ ഇങ്ങനെ കയ്യിലെടുക്കും. അതെല്ലാ നാട്ടിലും ഇവർ പയറ്റുന്ന ഒരു തന്ത്രമാണ്. ഇപ്പം ന്യൂയോർക്ക് പോലുള്ള പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പറയുന്നത് ഈ ഹൗസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് സാധാരണ ജനങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കുന്ന ഫ്രീ ബീസ് പൊളിറ്റിക്സ്, ഇങ്ങനെ എന്താണ് പറയുന്നത്, നല്ല കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പ്രഭാഷണം, അതൊക്കെ ഈ പറയുന്ന വ്യക്തിയിലുണ്ട്. ഇനി ഇതിന്റെ ഒരു ഫണ്ടിങ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഈ
സൊഹ്റാൻ മംദാനിനെ പിന്തുണയ്ക്കുന്ന 110ഓളം വരുന്ന ഗ്രൂപ്പുകളുടെ ഫണ്ടിങ് സോഴ്സുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ജോർജ് സോറസ് എന്ന് പറയുന്ന പറയുന്ന വ്യക്തി ഏകദേശം $2.5 മില്യൺ ഈ സൊഹ്റാൻ മംദാനിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഈ ഫോക്സ് ന്യൂസിന്റെ ഒരു ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ലെഫ്റ്റ് ആശയങ്ങൾ പേറുന്നവർ, ലിബറൽ ആശയങ്ങൾ പേറുന്നവർ ഈ സൊഹ്റാൻ മംദാനിനെ അത് ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ ഉയർച്ച എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഉയർച്ചയല്ല. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഉയർച്ച തന്നെയാണ്. ഈ സൊഹ്റാൻ മംദാനിയിലൂടെ തങ്ങളുടെ അജണ്ട അമേരിക്കയിൽ നടപ്പാക്കാൻ ഉള്ള ഒരു ശ്രമം. ഇനി ഈ സൊഹ്റാൻ മംദാനി പിന്തുണയ്ക്കുന്ന ചില വ്യക്തികളുണ്ട്. ചില എന്താ പറയുക, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചില ഇമാംസ് ഒക്കെ ഉണ്ട്. ഈ സൊഹ്റാൻ മംദാനി കഴിഞ്ഞ ദിവസം ഒരു ഇമാം സിറാജ് വാജ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു. അത് ട്വിറ്ററിലൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഈ സിറാജ് വാജയുടെ നിലപാട് എന്താണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതായത് സിറാജ് വാജ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജിഹാദ് വിത്തൗട്ട് ഗൺ, അതിൻ്റെ അമേരിക്കയിൽ ഒരു ഇസ്ലാമിക ഭരണം വേണം, ശരീഅത്ത് ലോ വേണം, ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു 10,000 ആണുങ്ങളുടെ ഒരു ആർമി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രസംഗം നടത്തുന്ന വ്യക്തിയാണ് സിറാജ് വാജ. ഈ പറയുന്ന വ്യക്തിയായിട്ടാണ് സൊഹ്റാൻ മംദാനിയുടെ ഒരു കൂട്ടുകെട്ട്. മറ്റൊരു ഇമാമാണ് താലിബ് അബ്ദുർ റാഷിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇസ്ലാമിക് ബ്രദർഹുഡിലെ അടുത്ത ഒരു ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഇമാംസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ടിൽ ഇങ്ങനെ ഒരു ബിംബത്തെ അവരിങ്ങനെ ഉയർത്തിക്കാട്ടുന്നു. ആ ബിംബം സാധാരണ ജനങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കുന്നു. ഓർക്കുക, ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് തുടക്കത്തിൽ തീവ്രവാദം പറഞ്ഞിട്ടായിരിക്കില്ല ഇവർ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ ബീസ് പൊളിറ്റിക്സ്, ഈ പറയുന്ന ലിബറൽ ആശയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നി. ഈ മിഠായി കടലാസിൽ പൊതിഞ്ഞ ഈ പാഷാണെന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ ജനങ്ങളെ കയ്യിലെടുക്കുന്നത്. അപ്പോൾ ആ തന്ത്രങ്ങളിലൂടെ, ആ ടാക്ടിക്സിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം ന്യൂയോർക്കിലെ ഒരു ഡെമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഇപ്പോഴും ഒരു 57% ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. പിന്നീട് ജൂയിഷ് ഉണ്ട്, മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ എനിക്ക് തോന്നുന്നു 10% ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡെമോഗ്രഫി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഈ പറയുന്ന ഒരു വ്യക്തി ഉയർന്നു വന്നു എന്നത് വളരെ വളരെ വലിയ ചോദ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള തന്ത്രങ്ങൾ, ഒരു ക്രാഫ്റ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ലണ്ടനിലും നാം കാണുന്നത്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നാം കാണുന്നത്, യൂറോപ്പിലെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ചില ബിംബങ്ങളെ ഇങ്ങനെ ഉയർത്തിക്കാട്ടും. അവർ ഉയർന്നു വന്നത് എങ്ങനെയെന്ന് നാം നോക്കുമ്പോൾ കൃത്യമായിട്ടും ഈ സൊഹ്റാൻ മംദാനിയിൽ ദർശിച്ച അതേ പാറ്റേൺ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊളിറ്റിക്സിൽ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുണ്ട്, അസ്വാഭാവികമായിട്ടുള്ള വളർച്ചയുണ്ട്. ഈ അസ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുളച്ച് പൊന്തുന്നവരെ ശരിക്കും സൂക്ഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റോബിൻ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ തുടക്കത്തിൽ ഈ സൊഹ്റാൻ മംദാനിയെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്തു. ആള് ഉയർന്നു വന്നത് എങ്ങനെ, ആളുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്തു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതാണ് റോബിനിലേക്ക് ആ ഒരു ചോദ്യമാണ് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത്. അവരുടെ ആത്യന്തികമായിട്ട് ലക്ഷ്യം ഒന്ന് തന്നെ, പക്ഷെ അതിലേക്ക് എത്താൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്നു. അതിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ഈ 34 വയസ്സ് മാത്രം പ്രായമുള്ള ഈ രാഷ്ട്രീയ നേതാവ്, ഈ ഇസ്ലാമിസ്റ്റ്, ലിബറൽ, സോഷ്യലിസ്റ്റ്, ലെഫ്റ്റ് ആ പണിശാലയിൽ നെയ്തെടുത്ത ആ രാഷ്ട്രീയ നേതാവിന്റെ ഈ ഉയർച്ചയെ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ ഒരു മതേതര സമൂഹം നോക്കിക്കാണും? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്തുകൊണ്ട് ഈ സൊഹ്റാൻ മംദാനിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകപ്പെടുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു ഐഡിയോളജിയുടെ ഒരു വശം തന്നെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രായം നമ്മൾ 34 പറഞ്ഞാൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ രാജ്യങ്ങളിൽ അത് അത്ര വലിയൊരു കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ JD വാൻസിൻ്റെ ഒക്കെ പ്രായം നോക്കുക, വളരെ കുറഞ്ഞ പ്രായത്തിലാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന. അങ്ങനെയുള്ള സാധ്യതകൾ അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ മംദാനിയുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ആരെ പ്രതിനിധാനം ചെയ്യുന്നു? ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലെഫ്റ്റ് വിങ്, സെക്കുലർ, മൾട്ടി കൾച്ചറൽ, ഇതിൻ്റെ എല്ലാം ഉൽപ്പന്നമാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത്. ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട്, അത് എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എന്താണ് ഇത് ചെയ്യുന്നത്? ഏറ്റവും ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും അധികം ത്രട്ട് ഉണ്ടാക്കുന്നത് ഇതേ ഈ ലെഫ്റ്റ്, ലിബറൽ, മൾട്ടി കൾച്ചറൽ, ഈ കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം. എന്ന് വെച്ചാൽ ലണ്ടനിലെ സാദിഖാനെ ആയിട്ട് ഇദ്ദേഹത്തെ, ന്യൂയോർക്കിലെ ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഇയാളെ നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. സാദിഖാൻ എന്താണ് അവിടെ ചെയ്യുന്നത്? അതുപോലെ തന്നെ കറക്റ്റാണ്, അതേ സാധനം തന്നെയായിരിക്കും ഇദ്ദേഹവും ന്യൂയോർക്കിൽ മേയറായി ചെയ്യാൻ പോകുന്നത്. കാരണം
അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബറാക് ഒബാമയിലേക്ക് ഒന്ന് പോകാം. കാരണം ബറാക് ഒബാമ യെസ് വി ക്യാൻ എന്ന് പറഞ്ഞ് അമേരിക്കൻ ജനതയെ മുഴുവൻ ഇളക്കി മറിച്ച് അധികാരത്തിലേക്ക് വന്നായിരുന്നു ബറാക് ഒബാമ. ഒരുപക്ഷെ അമേരിക്കയുടെ മറ്റ് രീതികളിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ റിലീജിയസ് മറ്റ് രീതികളിൽ നോക്കുകയാണ് എങ്കിൽ ബറാക് ഒബാമ നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ അത് അവിടുത്തെ ക്രിസ്ത്യൻ കൾച്ചറിന് കൊടുത്ത ഏൽപ്പിച്ച ഒരു ആഘാതമുണ്ട്. ഇതേ ആഘാതം തന്നെ യൂറോപ്പിലും ഇതേ ഐഡിയോളജിയുടെ കീഴിൽ വരുന്ന ആളുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ രീതിയിലുള്ള മതപരമായ കാര്യം ഓർക്കുക യൂറോപ്പാണെങ്കിലും അമേരിക്കയാണെങ്കിലും ബേസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കൾച്ചറാണ്. ഈ ക്രിസ്ത്യൻ കൾച്ചറിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ക്രിസ്ത്യൻ കൾച്ചറിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളത്. അവരെന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? അവർ ഈ മൾട്ടി കൾച്ചറൽ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ LGBT അടക്കമുള്ള കാഴ്ചപ്പാട്. ഓർക്കുക, മതപരമായി അവർക്ക് അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നാൽ കൃത്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ പ്രോ ലൈഫ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ യൂറോപ്പ് വളരെ വലിയ ത്രട്ടാണ് നേരിടുന്നത് ഈ ജനസംഖ്യയിലുള്ള ഇടിവ് മൂലം. അവരുടെ ജനസംഖ്യയിലുള്ള ഇടിവ് മൂലം യൂറോപ്പിലെ തദ്ദേശീയരായ ആളുകളുടെ അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആള് പ്രതിനിധാനം ചെയ്യുന്ന ആ ഐഡിയോളജി യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒരു ക്രിസ്ത്യൻ കാഴ്ചപ്പാടിന് വളരെയധികം വിഘാതം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ സൊഹ്റാൻ മംദാനി എന്ന ആളെ എതിർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അയാളുടെ അടുത്ത് പല നയങ്ങളും അയാളുടെ ഐഡിയോളജികളും അയാൾ ഇത്ര നാളും പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കും. അതെല്ലാം കൃത്യമായിട്ട് ധ്വനിപ്പിക്കുന്നത് അത് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യൻ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഈ ലണ്ടനിലെ സാദിഖ് ഖാൻ ആണെങ്കിലും, അതുപോലെ തന്നെ അവിടെ മേയർ സ്ഥാനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും, അതുപോലെ മൈഗ്രേറ്റ് ചെയ്ത ആളുകളെ എല്ലാവർക്കും അത് വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറായി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിന്റെ ഒരു ഷോയ്ക്കിടയിൽ ഒരാൾ കയറി വന്ന് വെച്ച് ക്രിസ്തു രാജാവാണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്ഥാനം ഇവിടെയല്ല, നിങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എവിടെയെങ്കിലും പോകാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. ഒരു അമേരിക്കയിൽ ഉണ്ടാകുന്ന വലിയൊരു സ്പ്ലിറ്റ് ഉണ്ട്. ഒന്ന് ക്രിസ്തുവിനെ ചേർത്ത് നിർത്തുന്നവർ, ഒന്ന് ക്രിസ്തുവിന് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്നവർ. അപ്പോൾ ഇതിനുള്ളിൽ സൊഹ്റാൻ മംദാനി പ്രതിനിധാനം ചെയ്യുന്നത് ക്രിസ്തുവിനെ ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു വശം ഇതിനുള്ളത് ഇതിന്റെ സാമ്പത്തികമാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വളരെ കൃത്യമായിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വളരെ കൃത്യമായിട്ട് ഇതിനോട് ആനുപാതികമായ ഫണ്ട് ഒഴുകുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. പല റിപ്പോർട്ടുകളും ഉള്ളതാണ് അത് സംബന്ധിച്ച്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇപ്പോൾ പലസ്തീൻ അനുകൂല റാലികൾ നടന്നത് എന്ന് വെച്ചാൽ ഗാസയ്ക്ക് വേണ്ടിയിട്ടാണ്. പലസ്തീൻ എന്ന് പറയുന്ന പേരിലാണ് നടത്തുന്നത്, ഗാസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള റാലി, അവരെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന റാലി, അവരെ വളർത്തണമെന്ന് പറയുന്ന റാലി, ഗാസയിലെ തീവ്രവാദികളെ. ആ റാലിക്ക് വേണ്ടി കൃത്യമായി ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇവർ ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നു, ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇതേ തീവ്രവാദികളുടെ മനസ്ഥിതിയുള്ള, ഇതേ തീവ്രവാദികളുടെ ഐഡിയോളജി പേറുന്ന ആളുകൾ ലോകത്തിലെ പല രാജ്യങ്ങളും ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളെ കൊല്ലുന്നുണ്ട്. യൂറോപ്പിലും ഇതേ മനസ്ഥിതിയുള്ളവർ കുട്ടികളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി കണ്ണീരൊഴിക്കാത്തത് എന്ന് പറയുമ്പോൾ കൃത്യമാണ് ഈ പലസ്തീൻ അനുകൂല റാലികൾക്ക് വേണ്ടി ധാരാളമായ രീതിയിൽ ഫണ്ട് ഒഴുകുന്നു. ആ റാലികളിലെല്ലാം ഫണ്ട് ഒഴുക്കുന്നത് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളിൽ നിന്നും ഇതുപോലുള്ള ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടാണ്. അതേ ഫണ്ട് തന്നെ ഇവിടെയും ഇതുപോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുത. എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അത് ഇസ്ലാമിന്റെ അധിനിവേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ആത്യന്തികമായി പറയുമ്പോൾ ഈ സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാട്, ഈ മൾട്ടി കൾച്ചറൽ കാഴ്ചപ്പാട്, ഈ ലെഫ്റ്റ് വിങ് കാഴ്ചപ്പാട്, അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ വളർന്നു വരുന്ന ഇതുപോലുള്ള മംദാനിയെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്, ഒന്ന് ഇസ്ലാമിന്റെ അധിനിവേശത്തിന് വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത്, രണ്ടാമത് ക്രിസ്ത്യാനിറ്റിയെ ഈ ഭാഗങ്ങളിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളത്. അപ്പോൾ ജോൺ, റോബിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന വ്യക്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചില ബിംബങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അവരാദ്യം അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ക്രൈസ്തവ മൂല്യങ്ങളാണ്, അല്ലേ? ക്രൈസ്തവർ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ LGBTQ പോലുള്ള കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന വ്യക്തിയുടെ ഇസ്രായേൽ വിരുദ്ധത, ഈ ഗ്ലോബൽ ഇൻഡിഫാദിനെയൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ന്യൂയോർക്ക് പോലുള്ള ലോകത്തിലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള, നമുക്കറിയാം ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധം ആരംഭിക്കാനുള്ള ഒരു ട്രിഗറിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂയോർക്കാണെന്ന് നമ്മൾ എടുത്തു പറയണം. 9/11 അറ്റാക്ക് നടന്നത് ന്യൂയോർക്കിലാണ്. അത്തരം ഒരു നഗരത്തിന്റെ ഒരു അധിപനായിട്ട് ഈ പറയുന്ന ഒരു വ്യക്തി
വരുമ്പോൾ അത് ആ പ്രദേശത്ത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും? സോറൻ മംധാനി ഒരു ചെറുപ്പക്കാരനാണ്, 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്, വളരെ കുറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, ഗവൺമെൻറ്റിൽ മാത്രമല്ല അല്ലാതെയുള്ള എക്സ്പീരിയൻസ്, റാപ്പറായിട്ട് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ആൾക്ക്. അതുപോലെ മറ്റെന്തോ രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഗവൺമെൻറ് ഫീൽഡിൽ വർക്ക് ചെയ്തു എന്നുള്ളൊരു, ഗവൺമെൻറ് ഫീൽഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഭരണപക്ഷത്തിൽ രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുള്ളൊരു ഒരു ചരിത്രം ആൾക്കില്ലാത്ത കാരണം കൂടുതലും ക്രിട്ടിക്സ് അഭിപ്രായപ്പെടുന്നത് ഒരു പക്ഷേ ഹി ഈസ് ആസ് ഇൻസഫിഷ്യൻറ്റ് ഓർ ഇൻഎഫിഷ്യൻറ്റ് ബീങ് എ മേയർ ഇൻ എ ലാർജ് സിറ്റി ലൈക്ക് ന്യൂയോർക്ക് ആണ് കൂടുതലും ക്രിട്ടിക്സ് അഭിപ്രായപ്പെടുന്നത്. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം, ഒരു പക്ഷേ തെറ്റായിരിക്കാം. കാരണം അത് ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു, അയാളുടെ മേയറുടെ സ്ഥാനാരോഹണം, അയാൾ എങ്ങാനും അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കാം എന്ന് നോക്കിയിട്ടായിരിക്കും നമുക്കത് വിലയിരുത്തേണ്ടത്. നമുക്കതിനെ പറ്റി അറിഞ്ഞുകൂടാ. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ട്. കോൺട്രവേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞ രീതിയിൽ, അത് എക്സാക്ട്ലി ഹെയ്റ്റ് സ്പീച്ച് തന്നെ ആവണമെന്നില്ല, പക്ഷേ എങ്കിലും കോൺട്രവേഴ്സീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിന് ഒരിക്കൽ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ്, വാർ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞൊരു യൂസേജ്, അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെ, പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിഫോബിയ അവസാനിപ്പിക്കണമെന്നൊരു ചിന്ത, അങ്ങനെ അത് ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിലും അങ്ങനെ കുറച്ച് ചിന്താധാരകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അതേസമയം ഗ്ലോബൽ ഇന്തിഫാദ എന്നൊരു കാര്യം ഒരിക്കലും ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം അതിനെതിരായി ഒന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ കണ്ടം അപലപിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 5-10 ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ജ്യൂസ് യഹൂദ വിഭാഗത്തിൽപ്പെടുന്ന പലരും അദ്ദേഹത്തിനെ ആൻറ്റി സെമിറ്റിക് അല്ലെങ്കിൽ ആൻറ്റി ജുഡായിസ്റ്റിക് ചിന്തകളാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ പലപ്പോഴും വന്നിട്ടുള്ളത് എങ്ങനെയായിരിക്കാം, അതായത് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം ഉഗാണ്ടക്കാരനാണ്. 7-ാം വയസ്സിൽ തന്നെ 7 വയസ്സാകുമ്പോഴേക്ക് തന്നെ ന്യൂയോർക്കിൽ വന്നു, ന്യൂയോർക്കിൽ വളർന്നു. 2018 അമേരിക്കൻ സിറ്റിസൺഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണുന്നത്. അദ്ദേഹം റാപ്പറായിട്ട് അതുപോലെ തന്നെ പല രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച കാണുന്നു. പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് അറിയാവുന്നതാണ്, ഈ പറയുന്ന ട്രംപ് ഉൾപ്പെടെയുള്ള മിക്ക ആൾക്കാരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് JD വാൻസ് അങ്ങനെയുള്ള പലരുടെയും, പ്രസ് സെക്രട്ടറി ആയിരിക്കുന്ന ലെവിറ്റ്, ഇവരൊക്കെ മിക്ക ആൾക്കാരുടെയും ചരിത്രം അല്ലെങ്കിൽ സ്റ്റഡി ചരിത്രത്തിന് അവർ നിയമബിരുദം എടുത്ത ആൾക്കാരായിരിക്കും കൂടുതൽ ആൾക്കാരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിരുദം മിക്ക പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാർക്കും ഉണ്ട് എന്നതാണ് വലിയൊരു സവിശേഷത. അപ്പോൾ ഇദ്ദേഹത്തിന് ഇല്ല എന്നതുകൊണ്ട് അദ്ദേഹം ഇന്നെഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് ഇൻബോൺ ആയുള്ള ടാലൻസ് പലർക്കും ഉണ്ടാവായിരിക്കും, ചിലർക്കില്ലായിരിക്കും. പക്ഷേ ഇതൊരു ക്രിറ്റിസിസം വരുന്നത് ഇങ്ങനെയാണ്, 2018 US സിറ്റിസൺഷിപ്പ് ലഭിച്ച ഒരാൾ എങ്ങനെയാണ് 2025 ആവുമ്പോഴേക്കും അല്ലെങ്കിൽ 2026 ഒരു മേയറായിട്ട് മാറുന്നത്. അതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇമിഗ്രൻ്റ് ക്രൈസിസ് എന്നൊരു ഭാഗം നിലനിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ അതേസമയം ട്രംപിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ട്രംപ് പ്രഖ്യാപിച്ചതും എക്സിക്യൂട്ടീവ് ഒപ്പിടുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതായത് ബർത്ത് റൈറ്റ് US സിറ്റിസൺഷിപ്പ്, ഓട്ടോമാറ്റിക്കൽ ബർത്ത് റൈറ്റ് US സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഒരു ക്ലാഷ് ആകില്ലേ എന്നുള്ളൊരു ചിന്ത വളരെ പലരും അത് അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് 2018 സിറ്റിസൺഷിപ്പ് ലഭിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഒരു മേയർ ആവാൻ സാധിക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് ഭാഗത്തുനിന്ന് ആൾക്കാർ അവിടെ വന്നാലും കുറച്ച് സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി കയറി ഒരു പക്ഷേ പ്രസിഡന്റ് സ്ഥാനം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി പല സ്ഥാനം വരെ ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. ഒരു പക്ഷേ അത് അവരുടെ നാടിന് തന്നെ ഒരു ഭീഷണിയായിട്ട് മാറാൻ ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സംഭവിക്കാമെന്നല്ല, ചിലപ്പോൾ വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നമ്മൾ കോൺഗ്രസ് ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ BJP ഉണ്ട്, പിന്നെ മറ്റു പല ചെറിയ പാർട്ടികളുണ്ട്, പ്ലസ് വലിയ രീതിയിൽ CPM അതുപോലെയുള്ള ഇടതുപക്ഷം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ബംഗ്ലാദേശ് വേറൊരു രാജ്യമാണ്, പശ്ചിമ ബംഗാളല്ല, ബംഗ്ലാദേശ്. അപ്പോൾ അവിടെ നിന്ന് ഒരു അഭയാർത്ഥി എന്ന് പറയേണ്ട ഒരാളിങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു. നമ്മുടെ ഈ മുഖ്യമന്ത്രി ഈ പറയുന്ന അതിഥി തൊഴിലാളികൾക്ക് ഭയങ്കര പ്രീണനാണെന്നല്ലോ. അവർ അതിഥി തൊഴിലാളികളെന്നാണ്, വേറെ തെറ്റൊന്നുമില്ല, പക്ഷേ എങ്കിലും
അനാവശ്യമായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവും. ഞാൻ പോകുന്നില്ല എവിടേക്കെങ്കിലും. പക്ഷെ അങ്ങനെ വന്നു. അങ്ങനെ വന്ന് സാവധാനം വ്യാജത്തിലോ അല്ലാതെയോ നേരായ മാർഗ്ഗത്തിലൂടെ വയ്ക്കുക. അദ്ദേഹം ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു. അവസാനം അത് അദ്ദേഹം കേരളത്തിലാണ് അദ്ദേഹം വന്നെന്ന് വയ്ക്കുക, ബംഗാളിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം വന്നു, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. ഞാൻ പറയും ന്യൂയോർക്കിൻ്റെ കാര്യം അതേ രീതിയിൽ പറയുകയാണ്, ലഭിച്ചു. ലഭിച്ചിട്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ അതായത് 2018 ലഭിച്ചത്. അദ്ദേഹം ഒരു ബംഗാൾ സ്വദേശിയാണ്. അദ്ദേഹം ഒരു 4-5-6 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ ഏതെങ്കിലും പഞ്ചായത്തിൽ അല്ലെങ്കിൽ വേണ്ട ഒരു നഗരസഭ മേയറായിട്ട് മാറുക എന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത്. അതൊരു നമുക്ക് സാധാരണ മലയാളികളായ നമുക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബംഗാളിൽ ജനിച്ചു വളർന്നൊരു വ്യക്തി. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ ഈ പറയുന്ന സോറ മംദാനി പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വന്നു അങ്ങനെയുള്ള. അപ്പോൾ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 1, 2, 3, 4 പട്ടികയിൽ വരുന്ന അത്ര വലിയൊരു മെട്രോപൊളിറ്റൻ, അതിൻ്റെ വലിയൊരു സിറ്റിയാണ്. അപ്പോൾ അത്രയും വലിയൊരു സിറ്റിയുടെ മേയറായിരിക്കുക. അപ്പോൾ അതും US പൗരന് വളരെ ഏകദേശം ഇപ്പോൾ US പൗരത്വം കിട്ടിയിട്ട് എത്രയാണ് ഒരു 7 വർഷമായിട്ടുണ്ടാവും അദ്ദേഹത്തിന്. ആ 7 വർഷത്തും ആയിട്ടുള്ളൂ US പൗരത്വം കിട്ടിയിട്ട്. അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സിറ്റിയുടെ മേയറായിട്ട് മാറുക എന്നുള്ളത് ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അതൊരു കണ്ണിൽ കരട് ആയിരിക്കാം, ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂയോർക്കിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രം അല്ലെങ്കിൽ അവിടുത്തെ ട്രെൻഡ് കറക്റ്റായിട്ട് മനസ്സിലാകാത്തൊരു വ്യക്തിയാണ് ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ സിറ്റി, നമുക്കറിയാം 9/11 സംഭവങ്ങളൊക്കെ നടന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു വലിയൊരു ചോദ്യമാണ് ക്രിട്ടിക്സിൻ്റെ മുമ്പിൽ. ഭയങ്കര ഒരു വിമർശനം വരുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ബംഗാൾ പറഞ്ഞ ഒരു എക്സാമ്പിളായിട്ട് താരതമ്യപ്പെടുത്തി നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ അദ്ദേഹം ഈ പറയുന്ന ബംഗാളിൽ നിന്നൊരു ബംഗാൾ സ്വദേശി ഒരു മേയറായിട്ട് വരുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതേസമയം ഈ പറയുന്ന ഒരു വ്യക്തികൾക്ക് കൂടുതലും അനുകൂലവാദികൾ ഈ പറയുന്ന ഒരു നഗരത്തിൽ ഉണ്ടായിരിക്കെ, ഫോർ എക്സാമ്പിൾ ന്യൂയോർക്കിൽ ഉണ്ടെന്ന് വെക്കുക, കൂടുതലായിട്ടും വരുന്ന ലെഫ്റ്റിസ്റ്റ് ആണ് ഈ ഡെമോക്രാറ്റ്സ്, LGBTQ, അതുപോലെ തന്നെ ഇസ്ലാമിക് ആയിട്ടുള്ള പല സംഘടന പരിഷത്തുകളാണ് ഇതിന് പിന്നിൽ പണം കൊടുക്കുന്നൊക്കെ പറഞ്ഞ ഒരു കേട്ടുകേൾവി അതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപക്ഷെ മേയറായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1, 2, 3 ലക്ഷൂറിയസ് ആയിട്ടുള്ള ഈ തീരുമാനങ്ങൾ, പോളിസീസ് കൊണ്ടുവരാൻ പോകുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ അതും വിമർശനത്തിന് പാത്രമാണ്. അത് പറഞ്ഞ 1, 2, 3 കാര്യങ്ങളെന്ന് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ ഫ്രീ ബസ് സർവീസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ ചൈൽഡ് കെയർ. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫ്രീസ് ലെൻഡ്, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. നാലാമത്തെ കാര്യം പറയുന്നതാണ് സിറ്റി റൺ ഗ്രോസറി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങൾ, ഇത് ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നോട്ട് വയ്ക്കുമ്പോൾ പലരും ആശങ്കപ്പെടുന്നു, പ്രത്യേകം ബിസിനസ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ആശങ്കപ്പെടുകയാണ്. കാരണം ടാക്സ്, അതായത് ന്യൂയോർക്ക് എന്നൊരു സിറ്റി റൺ ചെയ്ത് പോകുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ടൊരു ഭീമമായ ചെലവിലാണ് പോകുന്നത്. അപ്പോൾ ഫ്രീ ബസ് സർവീസ്, റെന്റ് ഫ്രീസ്, അതുപോലെയുള്ള ഈ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പലരുടെയും മനസ്സിലുള്ളൊരു, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്ത ഇത് ഒരു പക്ഷേ ടാക്സ് വളരെ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടാകാം. അതേസമയം അതുപോലെ തന്നെ ഇത് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതികൾക്ക് എതിരാണ് എന്നുള്ളൊരു ചിന്താഗതി പലരും ഉയർത്തുന്നുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പോലെയുള്ള നിലപാട് എടുക്കുന്നുണ്ട് എന്ന് പലരും വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. മാത്രമല്ല പല ഇൻവെസ്റ്റ്മെൻറ്റും ന്യൂയോർക്കിൽ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പോസിബിൾ ആയുള്ളൊരു അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ കോൺസിക്വൻസ് ആണ്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസിനെ പറ്റി പലരും അഭിപ്രായപ്പെടുന്ന കാര്യം ഞാൻ വെറുതെ നക്ഷലായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം എനിക്കിതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, കുറച്ചാൾ മുമ്പ് പ്രചരിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയുടെ കൂടെ പ്രചരിച്ചിരുന്ന ഒരാൾ, അതായത് 9/11 സംഭവമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തി. അതോടൊപ്പം ഇതിൻ്റെ കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ ഇദ്ദേഹം എങ്ങനെയാണ് ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയൊരു നഗരമായ 2018 ഇദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് കിട്ടുകയും അതുപോലെ തന്നെ ന്യൂയോർക്കിൽ ഒരു മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയുമെങ്കിൽ അതിന് പിന്നിൽ ഫണ്ട് കൊടുക്കുന്ന വലിയൊരു സമൂഹമുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഫണ്ടിങ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഈ തലമുറ ഇൻഹെറിറ്റൻസ് ആയിട്ട് ഉണ്ടെന്ന്
എനിക്ക് തോന്നുന്നില്ല, ഞാൻ വായിച്ചറിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത്രയധികം ഒരു ഫണ്ടിങ് ലഭിക്കണമെങ്കിൽ അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ശക്തികൾ, നിഗൂഢ ശക്തികൾ ഉണ്ടായിരിക്കാം. അതായത് ന്യൂയോർക്ക് ഇത്ര നല്ല സമ്പന്നമായൊരു നഗരമാണ്. അപ്പോൾ ഈ സമ്പന്നമായൊരു നഗരത്തെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ന്യൂയോർക്ക് അതുപോലെ തന്നെ മറ്റു നഗരങ്ങൾ സാവധാനം കൈക്കലാക്കാം എന്ന് മനസ്സിൽ എന്താ പറയുക, കുരുപൊട്ടി നടക്കുന്ന കുറേ ചിന്താശക്തികൾ, നമുക്കറിയാലോ, ബ്രിട്ടൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ അങ്ങനത്തെ ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ശക്തികൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് സാവധാനം എപ്പോഴും ഈ പറയുന്ന എവിടെയും ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ ചിന്താഗതികൾ വരുന്നുണ്ട്. അവിടെ ആദ്യം അവർ വന്നിരുന്നത് സെക്യുലറിസത്തിന്റെ മുഖംമൂടി അണിഞ്ഞിട്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നന്മ എന്നുള്ളൊരു ഭാവമായിരുന്നു വന്നിരുന്നത്. പിന്നീടാണ് സൂത്രത്തിൽ 1-2 വർഷം കഴിയുമ്പോൾ സൂത്രത്തിൽ അവരുടെ അജണ്ടകൾ അവർ നടപ്പിലാക്കാൻ തുടങ്ങുന്നത്. ആദ്യം വിദ്യാഭ്യാസത്തിൽ, അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ, ആശുപത്രി, അങ്ങനെയുള്ള മിക്ക മേഖലകളിലും ഇവർ കൈകടത്തി ആ രാജ്യം അവർ സ്വന്തമാക്കുക എന്നുള്ളതൊരു വളരെ നുഴഞ്ഞു കയറ്റം ആയിട്ടുള്ള ഒരു, എന്താ പറയുക, മറ്റുള്ളവരാരും അറിയാത്തൊരു നുഴഞ്ഞു കയറ്റത്തിൻ്റെ ഭാഗമാണോ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു റോബിൻ ജോൺ. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഹിജാബ് വിവാദമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും നിലപാട് പ്രോഗ്രാമിൽ ഈ ഹിജാബ് അല്ല വിഷയമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഹിജാബ് ഇതൊരു പ്രതീകം മാത്രമാണ്. നമ്മൾ ഈ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തി ചില അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാര്യം പലപ്പോഴും നമ്മൾ തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് അതൊരു പ്രതീകം മാത്രമാണ്. അതിൻ്റെ പറവിൽ പല അജണ്ടകളും ചില ഇരവാദങ്ങളും മുഴക്കാനുള്ള ശ്രമമാണ്. സമാനമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ പറയുന്ന സൊഹ്റാൻ മംദാനിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആൻറ്റിക്ക് ഈ 9/11 അറ്റാക്കിന് ശേഷം ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയാണെന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. ഹിജാബ് ധരിച്ച് ആൻറ്റീനെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ധരിച്ച് പോകുമ്പോൾ ആൻറ്റിക്ക് പേടിയാണെന്നുള്ളൊരു തരത്തിലുള്ളൊരു കാര്യം. നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന ഈ ഹിജാബ് വിവാദത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ ഉയർത്തുന്ന ഇരവാദത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ സൊഹ്റാൻ മംദാനിയുടെ വായിൽ നിന്നൊക്കെ വീഴുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ പറയുന്ന വ്യക്തികളുടെ അജണ്ടയും തന്ത്രവും. അത് പ്രദേശത്തിനനുസരിച്ച്, രാജ്യത്തിനനുസരിച്ച്, സംസ്കാരത്തിനനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ തന്ത്രങ്ങളെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്. അതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, രാഷ്ട്രീയത്തിൽ ആർക്കും ഉയർന്നു വരാൻ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഉയർന്നു വരാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും കഴിവുള്ളവർ ഉയർന്നു വരട്ടെ. അത് ഏത് സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, ഏത് സംസ്കാരത്തിൽപ്പെട്ടവരായിക്കോട്ടെ. പക്ഷേ ആ ഉയർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില അജണ്ടകൾ ഉള്ളപ്പോൾ ആ ഉയർച്ചയെ നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് നോക്കി കാണേണ്ടത്. അത്തരം ഉയർച്ചകളെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഉയർച്ച എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്ന് നിലപാട് പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ഇന്ത്യൻ വേരുകളുള്ള ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വളർച്ച അത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ വ്യക്തിക്ക് ഫണ്ടിങ് നൽകുന്നവർ, ഈ വ്യക്തിയെ പിന്തുണയ്ക്കുന്നവരുടെ ആശയങ്ങൾ, അതൊക്കെ ആഴത്തിൽ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഇത്തരത്തിൽ അനേകം സൊഹ്റാൻ മംദാനിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉയർച്ചയ്ക്ക് പിന്നിൽ ആ നാട്ടിലെ തദ്ദേശീയരായിട്ടുള്ള ജനതയുടെ ഒരു നിസ്സംഗതയാണ്, ഒരു അലസ മനോഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെ നിഗൂഢമായിട്ടുള്ള അജണ്ടയോടുകൂടി ഉയർന്നു വരുന്ന ഇത്തരം സൊഹ്റാൻ മംദാനിമാരെ സൂക്ഷിക്കുക, ആ വളർച്ചയ്ക്ക് തടയിടുക എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.